തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടെങ്കിലും തമിഴ്നാട് ബി.ജെ.പി. അധ്യക്ഷനായ അണ്ണാമലൈ ബി.ജെ.പിക്ക് എത്രമാത്രം പ്രധാനപ്പെട്ട വ്യക്തിയാണെന്ന് പൊതുസമൂഹത്തിനും പാർട്ടി നേതാക്കൾക്കും മനസ്സിലാക്കി കൊടുക്കുന്ന പ്രതികരണമാണിപ്പോൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ നടത്തിയിരിക്കുന്നത്. ലോക്സഭാ തിരഞ്ഞെടുപ്പ് പരാജയത്തിന് പിന്നാലെ അണ്ണാമലയെ വിമർശിച്ച മുൻ തെലങ്കാന ഗവർണറും ബി.ജെ.പി. നേതാവുമായ തമിഴിസൈ സൗന്ദരരാജനെ പരസ്യമായാണ് അമിത് ഷാ താക്കീത് ചെയ്തിരിക്കുന്നത്. ആന്ധ്രാപ്രദേശിലെ വിജയവാഡയിൽ ചന്ദ്രബാബു നായിഡു സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിനിടെ നടന്ന സംഭവമാണ് തമിഴ്നാട്ടിലെ അണ്ണാമലൈ വിരുദ്ധരായ ബി.ജെ.പി. നേതാക്കളെ ഞെട്ടിച്ചിരിക്കുന്നത്. അമിത് ഷായും വെങ്കയ്യ നായിഡുവും സംസാരിച്ചുകൊണ്ടിരിക്കെ ഇവരെ അഭിവാദ്യം ചെയ്തുകൊണ്ട് അടുത്തേക്ക് വന്ന തമിഴിസൈ കൈകൂപ്പി അമിത് ഷായെ അഭിവാദ്യം ചെയ്തിരുന്നു. പിന്നീട് തൊട്ടടുത്തിരുന്ന ജെ.പി. നദ്ദയെയും നിതിൻ ഗഡ്കരിയെയും അഭിവാദ്യം ചെയ്തു. ഈ സമയത്താണ് അമിത് ഷാ തമിഴിസൈയെ അടുത്തേക്ക് വിളിച്ചത്. വിരൽ ചൂണ്ടിക്കൊണ്ടായിരുന്നു അമിത് ഷായുടെ സംസാരം. ശകാരിക്കുകയാണെന്ന് വ്യക്തമാകുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. അണ്ണാ DMKയുമായി സഖ്യം വേർപിരിഞ്ഞ ശേഷം മറ്റു ചെറുകക്ഷികളെ ഒപ്പം നിർത്തി മത്സരിച്ച ബി.ജെ.പിക്ക് സീറ്റുകൾ നേടാൻ കഴിഞ്ഞില്ലെങ്കിലും വോട്ട് ശതമാനത്തിൽ വർധനവുണ്ടാക്കാൻ സാധിച്ചിരുന്നു. അണ്ണാമലയെ കേന്ദ്ര മന്ത്രിസഭയിലേക്ക് പ്രധാനമന്ത്രി പരിഗണിച്ചെങ്കിലും തനിക്ക് പാർട്ടി സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് തുടരാനാണ് താൽപ്പര്യമെന്നാണ് അണ്ണാമലൈ അറിയിച്ചിരിക്കുന്നത്. അതായത് ബി.ജെ.പിക്ക് തമിഴ്നാട്ടിൽ സീറ്റുകൾ നേടിക്കൊടുത്തിട്ട് മാത്രമേ മന്ത്രി പദവിയിലേക്ക് എത്തുകയുള്ളൂ എന്നാണ് അണ്ണാമലയുടെ നിലപാട്. ഇങ്ങനെ പാർട്ടിക്ക് പ്രാധാന്യം കൊടുത്ത് മുന്നോട്ടു പോകുന്ന അണ്ണാമലയ്ക്ക് എതിരായ ഒരു നീക്കവും വെച്ചുപൊറുപ്പിക്കില്ലെന്നാണ് ബി.ജെ.പി. കേന്ദ്ര നേതൃത്വത്തിന്റെ നിലപാട്. ആ സന്ദേശം തന്നെയാണ് അമിത് ഷാ ഇപ്പോൾ പരസ്യമായി നൽകിയിരിക്കുന്നത്. ഒരു IPS പദവി ഉപേക്ഷിച്ചാണ് അണ്ണാമലൈ രാഷ്ട്രീയത്തിൽ ഇറങ്ങിയത്. തമിഴ്നാട് സ്വദേശി ആയിരുന്നെങ്കിലും കർണാടക കേഡറിലായിരുന്നു നിയമനം. SP ആയിരിക്കെ അണ്ണാമലൈ സ്വീകരിച്ച കടുത്ത നടപടികൾ ഹീറോ പരിവേഷമാണ് ജനങ്ങൾക്കിടയിൽ നേടിക്കൊടുത്തിരുന്നത്. അദ്ദേഹത്തെ സർക്കാർ സ്ഥലം മാറ്റിയതിനെതിരെ ഹർത്താൽ നടത്തിയാണ് ജനങ്ങൾ പ്രതിഷേധിച്ചത്. ഉടുപ്പിയിൽ നിന്നും ചിക്കമംഗളൂരിൽ നിന്നും അദ്ദേഹത്തെ മാറ്റിയപ്പോൾ ആളുകൾ കരഞ്ഞുകൊണ്ടാണ് തെരുവിലിറങ്ങിയിരുന്നത്. കലാപങ്ങൾ അടിച്ചമർത്തിയതിലൂടെ വീരപരിവേഷവും അദ്ദേഹത്തിന് ലഭിച്ചു. കർണാടകയിലെ ബലാത്സംഗ കേസുകളും മതകലാപങ്ങളും തടയുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചതിന് നിരവധി പുരസ്കാരങ്ങളും അണ്ണാമലയ്ക്ക് ലഭിച്ചിട്ടുണ്ട്. കടുത്ത നിലപാടുകളും നടപടികളും സ്വീകരിക്കുന്ന ആ പഴയ പോലീസ് സ്റ്റൈൽ തന്നെയാണ് ഇപ്പോഴും അണ്ണാമലൈ പിന്തുടരുന്നത്. 60 വയസ്സ് വരെ IPS പദവിയിൽ തുടരാമായിരുന്നിട്ടും അതെല്ലാം ഉപേക്ഷിച്ച് രാഷ്ട്രീയത്തിലിറങ്ങാൻ അണ്ണാമലൈ തീരുമാനിച്ചപ്പോൾ ഉന്നത ഉദ്യോഗസ്ഥർ മുതൽ സുഹൃത്തുക്കൾ വരെ അത് പാടില്ലെന്ന് നിർദ്ദേശിച്ചെങ്കിലും അണ്ണാമലൈ വഴങ്ങിയിരുന്നില്ല. സർവീസിൽ പ്രവർത്തിക്കുകയായിരുന്നുവെങ്കിൽ വിരമിക്കുന്നതിന് മുൻപ് തന്നെ സംസ്ഥാന പോലീസ് മേധാവി, CBI ഡയറക്ടർ, IB ഡയറക്ടർ തുടങ്ങി ഉന്നത പദവിയിലെത്താൻ സാധ്യതയുണ്ടായിട്ടും അതുപേക്ഷിച്ച് രാഷ്ട്രീയം ഭാഗ്യപരീക്ഷണത്തിനായി തിരഞ്ഞെടുത്ത അണ്ണാമലൈയുടെ നടപടി ദേശീയ മാധ്യമങ്ങൾ ഉൾപ്പെടെ വലിയ പ്രാധാന്യത്തോടെയാണ് അന്ന് റിപ്പോർട്ട് ചെയ്തിരുന്നത്. കോയമ്പത്തൂരിൽ നിന്ന് ലോക്സഭയിലേക്ക് മത്സരിച്ചെങ്കിലും DMKയുടെ മുൻ മേയർ ഗണപതി രാജ് കുമാറിനോട് 1,18,068 വോട്ടുകൾക്കാണ് അണ്ണാമലൈ പരാജയപ്പെട്ടത്. സീറ്റുകൾ ലഭിച്ചില്ലെങ്കിലും തമിഴ്നാട്ടിൽ ഉടനീളം അണ്ണാമലൈ നടത്തിയ പദയാത്രയും വോട്ട് ശതമാനത്തിലെ വർധനവും ബി.ജെ.പി. ദേശീയ നേതൃത്വത്തിൽ അദ്ദേഹത്തെക്കുറിച്ചുള്ള മതിപ്പാണ് വർദ്ധിപ്പിച്ചിരിക്കുന്നത്. സാധാരണ വിരമിച്ച IPS, IAS ഉദ്യോഗസ്ഥരാണ് രാഷ്ട്രീയത്തിൽ ഇറങ്ങാറുള്ളത്. എന്നാൽ അണ്ണാമലൈ ഇതിന് വിപരീതമായാണ് പ്രവർത്തിച്ചിരുന്നത്. ഇതും അമിത് ഷായുടെയും മോദിയുടെയും ഗുഡ് ബുക്കിൽ ഇടം പിടിക്കാൻ മറ്റൊരു കാരണമാണ്. തമിഴകത്തിന്റെ മനസ്സിലേക്ക് ബി.ജെ.പി. പോലെയൊരു ഹിന്ദി ലേബലുള്ള പാർട്ടിക്ക് ഒരു കാരണവശാലും എളുപ്പത്തിൽ കടന്നു വരാനാകില്ലെന്ന യാഥാർത്ഥ്യം ബി.ജെ.പി. കേന്ദ്ര നേതൃത്വത്തിനും അറിയാം. എങ്കിലും 2026 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റമുണ്ടാക്കാൻ കഴിയുമെന്ന് തന്നെയാണ് നേതൃത്വം പ്രതീക്ഷിക്കുന്നത്. ഈ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കാൻ അണ്ണാമലൈ പോലെ മറ്റൊരു നേതാവും ബി.ജെ.പിയുടെ മുന്നിൽ ഇല്ലെന്നതാണ് യാഥാർത്ഥ്യം. സ്റ്റാലിനെതിരെ നിരന്തരം ആരോപണം ഉന്നയിച്ചും DMKക്കെതിരെ മുഖ്യ പ്രതിപക്ഷമായി ഭാവിയിൽ വളരാൻ പോലും കെൽപ്പുള്ള പാർട്ടിയാണ് ബി.ജെ.പി. എന്ന തോന്നലുണ്ടാക്കാനും അണ്ണാമലൈക്ക് കഴിഞ്ഞിട്ടുണ്ട്. കോയമ്പത്തൂരിലെ പ്രശസ്തമായ കോളേജിൽ നിന്നും എഞ്ചിനീയറിംഗ് പാസ്സായ അണ്ണാമലൈ ചിക്കമംഗളൂരു, ഉടുപ്പി ജില്ലകളിൽ പോലീസ് സൂപ്രണ്ടായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. ബംഗളൂരു സൗത്ത് ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണറുമായിരുന്നു. 2019 സെപ്റ്റംബറിലാണ് പോലീസ് കുപ്പായം ഉപേക്ഷിച്ചത്. തമിഴ്നാട്ടിലും കേരളത്തിലും 2026 നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കുന്നതിനാൽ അണ്ണാമലൈയുടെ ഇനിയുള്ള ശ്രമം നിയമസഭാ തിരഞ്ഞെടുപ്പ് തന്നെയാണ്.
സൂപ്പർ താരം ദളപതി വിജയ് പുതിയ രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചതും നിയമസഭാ തിരഞ്ഞെടുപ്പ് മുൻനിർത്തിയാണ്. ദളപതിയുടെ തമിഴക വെற்றிക്കഴകം എന്ന പാർട്ടി DMKയുടെ വോട്ട് ബാങ്ക് വൻതോതിൽ ചോർത്തിക്കളയുമ്പോൾ അതിനിടയിൽ കൂടി BJPക്ക് വലിയ നേട്ടമുണ്ടാക്കാൻ കഴിയുമെന്നാണ് അണ്ണാമലൈ കണക്കുകൂട്ടുന്നത്.